എന്താണ് മഹാരാജ ഹോസ്റ്റൽ? സിനിമയാണ്. എടാ മിടുക്ക. മഹാരാജ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞോട്ട് കുറച്ച് ഫണ്ണി ഞാൻ ഇത് ചെയ്യാത്ത അതൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയത് കുറച്ച് വെറൈറ്റി ഒക്കെ പിടിച്ചിട്ടുണ്ട്. പഠിച്ചു വന്നിരിക്കാൻ മിടുക്ക. ഇത് തന്നെ 16ാമത്തെ തൊട്ടേ ഞാൻ പറയുന്നത്. അല്ല ഇപ്പൊ ഷാനാണ് ഇപ്പൊ ഓൾറെഡി സോഷ്യൽ മീഡിയയില് ഗേൾ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ വന്നപ്പോൾ ഇടയ്ക്ക് കയറി ഇരിക്കുവായിരുന്നു. ഞാൻ മാറ്റിയിരിക്കും അങ്ങോട്ട് മാറിയിരിക്കാൻ. ഫസ്റ്റ് ഞാൻ ഇവര് സിനിമയിൽ വിളിച്ച സമയത്തെ അഖിലാണ് ഹീറോ, അഖില് നായികയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഈ അഖിലായിരുന്നു. നിങ്ങളുടെ റൂംമേറ്റ് ആയിട്ട് ഈ ഒരു ഹോസ്റ്റലിലേക്ക് ഇവര് വരികയാണ്. നിങ്ങളെ കുറിച്ച് തന്നെ കുറച്ച് തള്ളി മറിച്ച് പറയണം. എന്നെ റൂംമേറ്റ് എടുക്കുവാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, റൂമിൽ ഓപ്പണറിന്റെ ആവശ്യം വരത്തില്ല. ഞാൻ പല്ലുകൊണ്ട് കടിച്ച് ഓപ്പൺ ആക്കില്ല. എന്നെ റൂംമേറ്റ് ആക്കി നിങ്ങൾക്ക് ചൂടെടുക്കൂല, കാരണം എനിക്ക് കുറെ ഫാൻസ് ഉണ്ട്. അഖിൽ ചേട്ടൻ ലോട്ടറി അടിച്ചു. ശ്യാമനെ ലാലേട്ടൻ വിളിക്കാണ്, ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിക്കാൻ. ഞങ്ങൾക്ക് സമ്മതമല്ല, ഞാനത് അംഗീകരിക്കില്ല. പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ സ്വഭാവം, ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല. ഹലോ, ആരാ? ഏത് ലാല്? ഏത് മോഹൻലാൽ? ശരിക്കുള്ള ലാലേട്ടനോ? മറ്റേ ആ മിമിക്രി ചെയ്യണ മഹേഷ് എന്നല്ലല്ലോ. ഇവിടെ ലാലേട്ടൻ വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കുന്ന ആരെയും കൂടുതല്? റീടേക്ക് പല സിറ്റുവേഷൻ ഉണ്ട്. ഡാൻസിന്റെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ റീടേക്ക് എടുക്കും. ഡാൻസ് ഭയങ്കര പക്ഷെ ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായിട്ട് ഇതിനകത്ത്. ഒരു പാട്ട് മൊത്തം ഉണ്ടായിരുന്നു. എന്റെ ഡാൻസിന്റെ പെർഫോമൻസ് കാരണം പകുതി കട്ടി കളഞ്ഞു. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. അടികപ്പ്യാരെ കൂട്ടുമണി കാണുമ്പോൾ തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും മെൻസ് ഹോസ്റ്റലിൽ കയറണമെന്ന്. ഇന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. എന്തിനാ ഇപ്പൊ കുട്ടി ഇങ്ങോട്ട് വന്നേ ചിന്തിക്കുന്നുണ്ടാവും, കാര്യമുണ്ട്. മഹാരാജ ഹോസ്റ്റൽ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, കൂടെ കുറച്ചധികം ആൾക്കാരും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും സ്വാഗതം ചെയ്യാം. മഹാരാജ ഹോസ്റ്റൽ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ക്രൂ ടീമാണ് ഇന്നെ കൂടെ ജോയിൻ ചെയ്തത്. സ്വാഗതം. ആൻഡ് ഒരു ടീമും കൂടി ഉണ്ട് കേട്ടോ, മഹാരാജാസ് ഹോസ്റ്റൽ, അതായത് റിയൽ മഹാരാജാസ് ഹോസ്റ്റലിന്റെ സ്റ്റുഡൻസും ഇന്നെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സ്വാഗതം. കയ്യടിക്ക് നന്നായിട്ട് ഉഷാറാവട്ടെ. ഞങ്ങൾ ട്രെയിലർ കണ്ടു, ടീസർ കണ്ടു, ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറയണം എന്താണ് മഹാരാജ ഹോസ്റ്റൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് തരാൻ വേണ്ടി പോകുന്നത്. മഹാരാജ ഹോസ്റ്റൽ എന്താണെന്ന് വെച്ചാൽ സിനിമയാണ്. എടാ മിടുക്ക. ബേസിക്കലി പറഞ്ഞോ. മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ചെറിയ കോളേജ് ഹോസ്റ്റൽ ഹൊറർ ഫൺ മൂവിയാണ്. ഇത് ബേസിക്കലി ഹോസ്റ്റലിനെ കുറിച്ച് മാത്രം പറയുന്ന കഥയല്ല, ഹോസ്റ്റലെ ലിങ്ക് ചെയ്ത് ഒരു വ്യത്യസ്തമായ പ്ലോട്ട് സംസാരിക്കുന്ന ഒരു മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ. പഠിച്ചു വന്നിരിക്കാൻ കൊറേ പ്രൊമോഷൻ കൊടുത്തല്ലേ. എനിക്കൊന്ന് ചോദ്യങ്ങൾ ഫ്രഷ് ആയി പോവും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിപരമായിട്ട് കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തിനാണെന്നറിയോ, ഫ്രഷ് ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആരാ ആദ്യത്തെ ചോദ്യം ചോദിക്കണേ? അവര് തന്നെ ആദ്യത്തെ ചോദിച്ചോ. ആരോട് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോന്നേ? 4 പേരോടും കൂടി ആയിട്ടാ ചോദിക്കണേ. ചോദിച്ചോ. മഹാരാജാസ് കോളേജിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഈ സിനിമയിലെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഫണ്ണായിരുന്നു. അതിപ്പോ എല്ലാരും തന്നെ ന്യൂ ആയതുകൊണ്ട് ഇവരൊക്കെ റീലിൽ കണ്ട് പരിചയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നേരിട്ട് കാണുമ്പോ റീലിൽ അഭിനയിക്കുന്ന ആ ഒരു കോൺഫിഡൻസിന്റെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. അത് തുടങ്ങാൻ നേരത്തെ, അങ്ങനെയല്ല, വർക്ക്ഷോപ്പ് തുടങ്ങാൻ നേരത്ത് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇവരെപ്പോഴും പറയുന്ന ഡയലോഗ് ഞാനിപ്പോ പറയാം. അപ്പൊ റീലിൽ എപ്പോഴും ചെയ്യുമ്പോ ഇവരല്ലേ ഓക്കെ പറയുന്നത്, ഓക്കെ ഷോട്ട് പറയുന്നത്. അപ്പൊ ഇതിലിപ്പം ഡയറക്ടറാണല്ലോ ഓക്കെ ഷോട്ട് പറയണ്ടേ. അപ്പൊ ഡയറക്ടർ ഇടയ്ക്ക്
10ഉം 11ഉം ടേക്കൊക്കെ പോകും. അപ്പൊ ഈ ടേക്ക് കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ കോൺഫിഡൻസ് പറയും. പക്ഷെ ഇത് ചെയ്ത് നമുക്കൊരു ആദ്യത്തെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എല്ലാവരും ഇൻടു ദ ക്യാരക്ടർ ആയി. എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കി നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ ശരിക്കും? ഇപ്പം നമ്മളിപ്പം നിങ്ങളുടെ ഒരു സ്പേസിൽ ഇരുന്നിട്ട് കോണ്ടന്റ് ചെയ്യുന്നു, പിന്നെ എല്ലാവരുടെ ആഗ്രഹ സിനിമയായിരിക്കും, പക്ഷെ ഇത്രയും വലിയൊരു ടീം ക്രൂവിന്റെ കൂടെ നിങ്ങൾ അഭിനയിക്കുന്ന സമയത്ത് എങ്ങനെയാ ശരിക്കും അത്? ആക്ച്വലി സിനിമയും റീലും ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാരും പറയും നിങ്ങൾ റീൽസിൽ നിന്ന് സിനിമയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ ചെയ്യാൻ. പക്ഷെ എളുപ്പമല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ റീൽ ചെയ്യുന്ന സമയത്ത് ഡയറക്ടറും നമ്മളാണ്, ആക്ടറും നമ്മളാണ്, ക്യാമറയും നമ്മളാണ്, എല്ലാം നമ്മളാണ്. നമ്മൾ നമ്മുടെ ഒരു സ്പേസിൽ ഇരുന്നിട്ട് അത് ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു വൈഡ് ടീം ഉണ്ടാവും. പിന്നെ ഡയറക്ടറുടെ ആക്ടേഴ്സ് ആയിട്ടല്ല നമ്മൾ മാറുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കുകയും ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു അല്ലേ? എനിക്കൊന്ന് സിനിമയിലെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. പക്ഷെ ഹൊറർ ഉണ്ടെങ്കിൽ അത് കുറച്ചധികം പണിയെടുക്കണം, ആളുകൾക്ക് ഇഷ്ടപ്പെടണം. മ്യൂസിക് ഡയറക്ടർ ഹൊററിനെക്കാട്ടിലും കൂടുതലും കോമഡി ആണ്. കോമഡിയാണ് കുറച്ചും കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ സിനിമയിലല്ല. ഒബ്വിയസ്ലി ഹൊററിനെക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് കോമഡി തന്നെയാണ്. ഈ അഭിനയിക്കാനും കോമഡിയാണല്ലോ ബുദ്ധിമുട്ട് എന്ന് പറയാം. മ്യൂസിക്കിലും അത് തന്നെയാണ് ബുദ്ധിമുട്ട്. മ്യൂസിക്കിൽ എങ്ങനെയാ വെച്ചാ ഇവരെ ഇപ്പൊ കോമഡി വർക്ക് അല്ലെങ്കിൽ അതുപോലെ മ്യൂസിക് ഇടണമല്ലോ. അപ്പൊ കോമഡി ഇപ്പോ എല്ലാ സീനിലും ഇപ്പൊ കോമഡി വർക്ക് ആവണം. ചിലപ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോ സീനിൽ നമ്മള് കോമഡിക്ക് മ്യൂസിക് ഇടണ്ട എന്ന അത് ആ ഡിസിഷനാണ്. നമ്മൾ എവിടെ സൈലൻസ് യൂസ് ചെയ്യണം എന്നുള്ള അതാണ് ഏറ്റവും വലുത്. ഹൊററിൽ നമ്മൾ എവിടെയൊക്കെ സൈലൻസ് ചെയ്യും, എപ്പോഴും ബഹളം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നിർത്തി ജംപ് സ്കെയർ അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങള് റീൽസിലൂടെ ഫണ്ണാക്കുന്ന ആൾക്കാരാണ്. ഈ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് കോമഡി വർക്കായോ? ഈ പടം നമുക്ക് റോ ആയിട്ട് കിട്ടുന്ന സമയത്ത്, ഡയറക്ടേഴ്സ് കട്ട് കിട്ടുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ അങ്ങനെ പിന്നെ ഡബ്ബൊക്കെ കിട്ടി കണ്ടു വരുമ്പോൾ നമുക്ക് ഏകദേശം രസമായിരുന്നു. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ നന്നായി ചെയ്തിട്ടുണ്ട്. പറയണോ അല്ലെങ്കിൽ ഓൾറെഡി പുറത്തേക്ക് ഇവരെല്ലാരും നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് മെയിൻലി കുറച്ച് ചലഞ്ചിങ് സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടെ എനിക്ക് ചലഞ്ചിങ് പരിപാടി ഉണ്ടായിരുന്നു. പടം ടേക്ക് ഓഫ് ചെയ്യുന്നത് അങ്ങനെ അപ്പോഴാണ്. അപ്പൊ എനിക്ക് ഇവരുടെ റീലിൽ കാണുന്ന പരിപാടി അല്ല. അപ്പൊ അവള് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരാം. ഫസ്റ്റ് ഹാഫിൽ വേറെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടെ നമുക്ക് തുടക്കത്തിലെ കഥയുടെ ഇന്നാവാൻ പറ്റത്തില്ല. പതിയെ പതിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഥയുടെ ഇത് ഇന്റർവെൽ ആകുമ്പോൾ ഹുക്ക് ആവുന്നു. പിന്നെ അടുത്ത സെക്കൻഡ് പാർട്ട് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. ആര് പറഞ്ഞു? ആൻ പറയുന്നു, അശ്വിൻ പറയുന്നു. ഇത് ആരും ഏറ്റെടുക്കുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം ആരാ ചോദിക്കണേ? ഞാൻ ചോദിക്കും. എനിക്ക് ചോദിക്കാനുള്ള നമ്മളെ രണ്ട് അഖിൽമാരോടാണ്. കാരണം അവർ രണ്ടാളും ഇൻഫ്ലുവൻസ് എന്നാണ് നിങ്ങൾ സിനിമയിലോട്ട് എത്തിയത്. അപ്പോൾ അതെന്തായാലും ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ആ ടേണിങ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ കാരണം നമ്മളെ പണ്ട് ചിരിപ്പിച്ച് കളിപ്പിച്ച് പണ്ട് നല്ല ഇപ്പോഴും സ്റ്റിൽ നിങ്ങളിപ്പോഴും. അപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ എങ്ങനെ ഒരു ചലഞ്ചിങ് ആയിരുന്നോ രണ്ടുപേർക്കും? പണ്ടെന്ന് പറഞ്ഞാൽ കാരണം ഞാൻ വീഡിയോ ചെയ്തിരുന്നു കുറേ നാളായി. പണ്ടൊക്കെ ഒരുപാട് ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞിട്ട് ആൾക്കാർ കണ്ടൊരു മടുപ്പ് ആൾക്കാർക്ക് വരും. ആ മടുപ്പ് ഓൾവേസ് എനിക്കുണ്ട്. പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. മാക്സിമം നമ്മളിന്ന് വലിയ ആക്ടേഴ്സൊന്നും അല്ല, അതുപോലെ തന്നെ മാക്സിമം ശ്രമിച്ച ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചലഞ്ചിങ് ചോദിച്ചത് ഈ പറഞ്ഞ അത് തന്നെയല്ല റീല്. നമുക്ക് റീല് ചെയ്യുന്ന പോലെ അല്ല സിനിമയിൽ അഭിനയിക്കുമ്പോൾ. കാരണം മീറ്ററാണ് ഏറ്റവും പ്രശ്നം. റീലിനകത്ത് എപ്പോഴും കുറച്ച് ഹൈ മീറ്റർ ആയിരിക്കും. കാരണം എന്നാലേ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇതിലുള്ള വിലയിരുത്തൽ. അതെന്ന് പറയുമ്പോൾ നമ്മളൊരു 15 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ അല്ലേ റീല് വരുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ടൈമിന്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടി നോക്കും. പക്ഷെ സിനിമ അങ്ങനെ അല്ലല്ലോ. അപ്പൊ നമ്മൾ തീർക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ മാക്സിമം കണ്ടന്റ് ഇൻക്ലൂഡ് ആക്കിയിട്ട് ഭയങ്കര സൗണ്ടിലൊക്കെ റീലിൽ സംസാരിക്കുക. റീൽ നമ്മൾ വേറെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് മാറും. പക്ഷെ സിനിമയിൽ വരുമ്പോൾ ഇവര് പറയുന്ന ക്യാരക്ടറിലേക്ക് നമ്മൾ മാറണം. അപ്പൊ അത് ചാലഞ്ചിങ് ആയിരുന്നു. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ അപ്പാണൊക്കെ കാണും. അപ്പൊ അതെല്ലാം കൂട്ടിയാണെങ്കിൽ ഒരു നല്ല മൂവി ആയിരിക്കും. ഈ പൊതുവെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിന്റെ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്യണേ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി രസമായിട്ട് വിഷ്വൽസ് കിട്ടല്ലോ. അപ്പൊ ഷാനിനെ എവിടെയെങ്കിലും കാണുമ്പോൾ ഷാമോനെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതുപോലത്തെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവർ നിങ്ങളുടെ സെറ്റിൽ വരെ വീഡിയോ ക്രിയേറ്റ് ചെയ്തല്ലോ. ഞങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇവ
വന്നിട്ട് 2 ഡയലോഗ് നോക്കിയിട്ട് നമുക്ക് ഒന്ന് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരൊക്കെ ഡയലോഗ് പഠിപ്പിച്ചിട്ട് ഞാൻ എല്ലാവരും പറയും ചെയ്യും. എന്റെ റീല് കഴിഞ്ഞിട്ട് അവിടെ പോയാൽ ചിലപ്പോ അവിടെ നിന്ന് വിളിപ്പിക്കും ഡയറക്ടർ സാറ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ പറയും എന്റെ ലേറ്റ് പോകും, നമുക്ക് ആദ്യം റീൽ എടുത്തിട്ട് പിന്നെ പോകും. എന്നിട്ട് വിളിക്കാൻ വന്ന ഏടിമാരെ കൊണ്ട് അഭിനയിപ്പിക്കും. രസമായിരുന്നു. ഓൾറെഡി നിങ്ങളുടെ സിനിമ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ഒരു കിട്ടിയിട്ടുണ്ട്, ആരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ആരൊക്കെയാണ് എന്ന ഡീറ്റെയിൽ ഓൾറെഡി ഇവരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പൊ ഷാനാണ് ഇപ്പൊ ഓൾറെഡി സോഷ്യൽ മീഡിയയില് ഗേൾ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങൾ കാണുന്നത്. പോകുമ്പോ അറിയാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് അവനെ മതി. ഇന്നലെ കോളേജിൽ പോയപ്പോ പറഞ്ഞു കല്യാണം കഴിക്കണ്ട. അല്ല നേരത്തെ ആയി പോയി. ഓക്കെ, അടുത്തതാരാ ചോദിക്കണേ? ചോദിച്ചോ. ഇപ്പൊ നിങ്ങള് കൂടുതലും റീലൊക്കെ ചെയ്ത് തന്നെ ഈ ഫണ്ണി ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഈ സിനിമയിലൊക്കെ പല പല ക്യാരക്ടേഴ്സ് ആണല്ലോ നമ്മൾക്ക് കിട്ടണേ. അപ്പൊ ആ ക്യാരക്ടറിനോടൊക്കെ എങ്ങനെ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കണേ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ണി ക്യാരക്ടറിനേക്കാൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹം പറഞ്ഞ കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്. കാരണം ഫണ്ണ് വർക്കൗട്ട് ആക്കാൻ ഏറ്റവും വലിയ പാട്, തമാശ പറയാൻ ഏറ്റവും വലിയ പാട്, തമാശ പറഞ്ഞാൽ ചിരിപ്പിക്കാൻ ഏറ്റവും വലിയ പാട്. കാരണം ചെറുതായിട്ട് പാളിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കത്തില്ല, അവിടെ ചളി എന്നുള്ള പേര് വരും, ഓവറാക്കിൽ എന്നുള്ള പേര് വരും. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ളത് ഈ പറഞ്ഞിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോൾസാണ്. അതെനിക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മഹാരാജ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിട്ട് കുറച്ച് ഫണ്ണി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനിത് ചെയ്യാത്ത സംഭവിച്ചു കഴിഞ്ഞാൽ ഹൊറർ സീൻസ് അതൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയത് കുറച്ച് വെറൈറ്റി ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇതില് സീരിയസ് ആവുന്നുണ്ട് ഞങ്ങള്, പക്ഷെ അത് കാണുന്നവർക്ക് ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് വരണമെന്നില്ല. നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പേടിക്കുമ്പോ ചിലപ്പോ നമ്മൾക്ക് സീരിയസ് കുറച്ച് കാര്യങ്ങൾ പറയണം. ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ പാർട്ട് മാത്രം ഡബ് ചെയ്യാൻ നേരത്തെ കണ്ടു. മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ബാക്കി തിയേറ്ററിൽ നിന്ന് കാണാതല്ല രസം. അതെ, അപ്പൊ അങ്ങനെ ഓക്കെ. നിങ്ങൾ അഖില് സീരിയസ്, ഇതിൽ സീരിയസ് ആയിട്ട് എല്ലാവർക്കും സീരിയസ് 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 ആവുന്നുണ്ട്. തമാശ പറഞ്ഞാൽ സീരിയസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഹൊറർ ഉണ്ട്, എല്ലാം കൂടെ കോർത്തിണങ്ങിയ ഒരു പടം തന്നെയാണ്. സീരിയസ്നെസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. റൊമാൻസ് ഉണ്ട്. റൊമാൻസ് ഇതിലാരാ? പേരാരാ? ആൻഡ് ആരാ? നിങ്ങളാണ് അതോ ഒരുമിച്ചിരുന്നല്ലേ? ഇത് ആക്ച്വലി ഞാൻ വന്നപ്പോൾ ഇടയ്ക്ക് കയറി അതാ ഞാൻ പറയാൻ വരുന്നേ. ഫസ്റ്റ് ഞാന് ഇവര് സിനിമയിൽ വിളിച്ച സമയത്തെ അഖിലാണ് ഹീറോ, അഖില് നായികയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഈ അഖിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തായാലും അകത്തായാലും ഏറ്റവും കൂടുതൽ ഫാൻസ് ആക്കിയിട്ടുണ്ട്. അല്ല അങ്ങനെയൊന്നുമല്ല, കാരണം പെണ്ണുങ്ങൾക്ക് കൂടുതൽ കാര്യം അവനെ തന്നെ. ഷാൻമോൻ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? കണ്ടന്റ്സ് കുറച്ചുകൂടെ ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കണ്ടന്റ്സ് ആണ്. എന്നോട് പറയണേ പീരിയഡ്സിനെ കുറിച്ചൊക്കെ എനിക്കും ഗേൾസ് കുറച്ചുകൂടി വരുമല്ലോ. ഫെമിനിസ്റ്റ് എന്താന്ന് പഠിക്കണം. ആളുടെ ഇപ്പൊ ഫൺ കോണ്ടന്റ് പകരം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികളെ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് നമ്മള് ആ സാധനം വരും ഞങ്ങൾക്ക്. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും സംസാരിക്കാം എന്ന് തോന്നി എന്തുകൊണ്ടാ ഷാ? ഇല്ല, ഞാൻ ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കോഴ്സ് ബോറടിച്ചപ്പോഴാണ് ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത്. ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസർ എന്താ, കോണ്ടന്റ് ക്രിയേറ്റർ എന്താ ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ ആ ഒരു മൊമെന്റ് കളറാക്കാൻ വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു. അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കോളേജിൽ. അങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന സമയത്ത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല, സെക്ഷലൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ എനിക്ക് മനസ്സിലായോ ഇങ്ങനെയുണ്ട് എന്ന്. ഒരു കാലത്ത് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന സിനിമകൾ ഇപ്പൊ കാണുമ്പോൾ അതൊക്കെ തെറ്റാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടാവുന്ന പോലെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കും. കുറെ ആൾക്കാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. നമ്മുടെ നാളെ അപ്ഡേറ്റ് ആവുന്നുള്ള ആൾക്കാർ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്റെ കണ്ടന്റിലൂടെ എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഇല്ലേ, അപ്പോൾ കുറച്ചും കൂടെ എനിക്കറിയുന്ന കാര്യങ്ങൾ, ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരും ലേൺ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സിനിമ ആഗ്രഹമുണ്ട്? സിനിമയിൽ എത്തണം എന്നത് ആഗ്രഹമുണ്ട്? ഓക്കെ, ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓൾറെഡി ഇപ്പൊ നിങ്ങളെ പോലുള്ള ആളുകളെ എന്ത് ചെയ്യണം ആഗ്രഹം? ഡയറക്ഷൻ ആണോ അതോ അഭിനയം? അഭിനയാണ്. നമുക്ക് മൂപ്പരോട് ഒരു താല്പര്യം, അപ്പോൾ സിനിമയോട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ആക്ടറുടെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ട് സിനിമയോട് ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് ഈ സിനിമേൻ്റെ ഉള്ളിലുള്ള സംവിധാനം, ഇപ്പോൾ DOP, സിനിമാറ്റോഗ്രാഫി, അങ്ങനെ പലതും പഠിച്ച്. അപ്പോൾ എല്ലാവരും സിനിമയുടെ ഒരു മൊത്തത്തിലൊരു കൂട്ടായ്മയാണ്, എല്ലാവരും പ്രജ്ഞ നമുക്ക് മനസ്സിലായത്. മാക്സിമം ആഗ്രഹിക്കുക, വന്നു കയറും.
നീ ആക്ച്വലി എന്തോ ചെയ്യുന്നില്ലേ? ആ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ ഒരാൾ കോണ്ടന്റ് ചെയ്യുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഇവരെ പോലുള്ള ആളുകൾക്ക് പലപ്പോഴും നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവാറുണ്ട് എന്ന് പറയാം. കാരണം ഇപ്പൊ നിങ്ങൾ പതുക്കെ 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 സിനിമയിലെത്തിയ ആൾക്കാരാണ്. അവരും പലപ്പോഴും നിങ്ങളൊക്കെ കാണുമ്പോൾ വൺ ഡേ ഞാൻ സിനിമയിലെത്തും എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. സോ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ കോണ്ടന്റ് നിന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും, റീച്ച് ഉണ്ടാവില്ല, ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് പറയും, വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാലോ. ആൻഡ് നിങ്ങൾ മേ ബി ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അറ്റ്ലാസ്റ്റ് നിങ്ങൾ ഒരു സിനിമയിൽ ഇപ്പൊ എത്തി. ഇപ്പൊ ഇതുപോലെ വരണം ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞോട്ട് മാക്സിമം ആഗ്രഹിക്കുക, ആഗ്രഹം അവസാനം സിനിമയെ കൊണ്ടെത്തും. സിനിമയാണ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സിനിമയെ കൊണ്ട് എത്തിച്ചിരിക്കും. സോ മാക്സിമം ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാർ വരെ ചിലപ്പോൾ നമ്മളെ തളർത്തും. പക്ഷെ അതിലൊന്നും തളരാണ്ട് നമ്മുടെ ആഗ്രഹം എന്താണോ, എന്തിൽ നിന്നാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത്, അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് നെഗറ്റീവ്സിനായിരിക്കും. ഒരാളുടെ വളർച്ചയെക്കാളും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് തളർച്ചയായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി അത് ആ രീതി കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവരെങ്ങനെ അഭിനയിക്കുന്നത് കാണണോ? ഏതൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നല്ലേ, പൊതുവെ നമ്മൾ ആർക്കും ടാസ്ക് ഇങ്ങനെ മീൻസ് ടാസ്ക് കൊടുക്കാറില്ല. എങ്കിൽ ഇവര് വരുമ്പോൾ ഇവര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ ചില ടാസ്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളുടെ റൂംമേറ്റ് ആയിട്ട് ഈ ഒരു ഹോസ്റ്റലിലേക്ക് ഇവര് വരികയാണ്. സോ ഇവരെ നിങ്ങളെ റൂംമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുറിച്ച് തന്നെ കുറച്ച് തള്ളി മറിച്ച് പറയണം. അത് കേട്ടിട്ട് വേണം നിങ്ങൾക്ക് ഇവരെ റൂംമേറ്റ് ആക്കണോ വേണ്ടിയോ തീരുമാനിക്കാം. ഓക്കെ, റെഡിയാണോ? സോ ആദ്യം ആര് സംസാരിക്കും? നീ പറഞ്ഞ ഒരാൾ പറഞ്ഞോ? എല്ലാവരും പറയണം. ഞാൻ അപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയിക്കോളാം. എന്നെ റൂംമേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, റൂമിൽ ഓപ്പണറിന്റെ ആവശ്യം വരത്തില്ല. ഞാൻ പല്ലുകൊണ്ട് കടിച്ച് ഓപ്പൺ ആക്കി തരും. എന്നെ റൂംമേറ്റ് ആക്കി നിങ്ങൾക്ക് ചൂടെടുക്കൂല, കാരണം എനിക്ക് കുറെ ഫാൻസ് ഉണ്ട്. വിട്ടുകൊടുക്കരുത്. എന്റെ റൂംമേറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ എല്ലാവർക്കും സ്കിൻ കെയർ ചെയ്ത് തരും. ഞാൻ ആർക്കും വേണ്ട. അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. അതൊരു 10 വർഷം കഴിഞ്ഞ് പറയണം. എനിക്ക് മനസ്സിലാവൂടാ. ഏറ്റവും കൂടുതൽ സ്കിൻ കെയർ ചെയ്യുന്ന ബോയ്സ് ആണ്. ഞാനിപ്പോ കോആക്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും അങ്ങനെ ഇങ്ങനെ പറയും സൺസ്ക്രീൻ ഒക്കെ യൂസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തിനാ അതിന്റെ ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും നല്ല ഞാനാണെങ്കിൽ പുതിയ ലിപ് ബാം മേടിച്ചിട്ടുണ്ട്, ഇതൊക്കെ കൊള്ളാവുന്നൊക്കെ ചോദിച്ച് മേടിക്കുന്നവരുണ്ട്. ഇവരെങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇവൻ ആളുടെ ഇവന്റെ കയ്യിൽ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഇവൻ തൂക്കും. എനിക്ക് മടിയാ. ഞാൻ സ്കിൻ ഡോക്ടറൊക്കെ പോയി കണ്ടിരുന്നു, അവര് പ്രോപ്പർ ഇതൊക്കെ തന്നിരുന്നു. പക്ഷെ എനിക്ക് മടിയാ. ആദ്യം അത് ക്ലെൻസ് ചെയ്യണം, പിന്നെ മോയ്സ്ചറൈസർ ഇടണം, സൺസ്ക്രീൻ ഇടണം, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അല്ല, ഇടക്ക് ഗ്ലോ ഇരിക്കുന്നുണ്ടല്ലോ. തുടങ്ങിയോ? എന്തായിരിക്കും ഇവരെ കൺവിൻസ് ചെയ്യൂ റൂംമേറ്റ് ആക്കാൻ വേണ്ടി? കൺവിൻസ് ആവുന്നുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ. ശരിക്കും ഒരു ഗിത്താറൊക്കെ വെച്ച് ജാം ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി എല്ലാരും കിടന്നു. കൺവിൻസ് ആവൂലേ? പാട്ട് പാടി കിടക്കാം. താരാട്ടൊക്കെ പാടി തരുന്നു എല്ലാവർക്കും. നിങ്ങൾ ഉറങ്ങുന്ന വരെ പാടും. അപ്പൊ അതൊരു ശല്യമായി മാറാം. പിന്നെ ഒരു ശല്യമായി മാറാം പാട്ട്. അപ്പൊ എന്താ ചെയ്യാ? റൂം മാറാൻ വേറെ ഹോസ്റ്റൽ ഓക്കെ, ശരി. ഇപ്പം എക്സ്പ്രഷൻ മ്യൂസിക് ഡയറക്ടറും എനിക്ക് നന്നായിട്ട് ആള് അഭിനയിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു ആള് ഡാൻസ് കളിക്കും. അഭിനയം കാണാൻ ഡയറക്ടറിന്റെ അടുത്ത് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ ഞാനേ കുറച്ച് ചോദിക്കാം. ഇപ്പം റിയാക്ഷൻസ് ആണ് എനിക്ക് നിങ്ങൾ തരേണ്ടത്. ചില സിറ്റുവേഷൻ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻ ആണ് നമ്മൾ എല്ലാവരും കൂടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തത് ഒരു എക്സാം. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സോ ഷാമോൻ നോക്കുമ്പോ ഇവരെല്ലാരും വിളിക്കുക തലേ ദിവസം, നിങ്ങൾ പഠിച്ചായിരുന്നോ എന്ന് ചോദിച്ചിട്ട്. ഇവരൊക്കെ പറയും ഇല്ലടാ ഞാൻ പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എക്സാം കഴിഞ്ഞ് ഷാമോൻ തോറ്റു, ഇവരൊക്കെ ജയിച്ചു. അതിലുള്ളൊരു റിയാക്ഷൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്നാണ് പേപ്പർ ഇരുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കണേ ഇവരൊക്കെ ജയിച്ചു, ഷാമോൻ തോറ്റു. ആ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞേ? മാർക്ക് തന്നാടാ. എടി നീയെങ്കിലും അല്ലേലും എല്ലാരും ഫേക്കാണ്. എനിക്ക് ഒരു മാർക്കല്ലേ കൂടുതലുള്ളൂ. മിണ്ടണ്ടായി.
ഞങ്ങളെല്ലാം തോറ്റടാ. മാറിയിരിക്കണം പട്ടികള്. ശരിക്കും ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ കൂടുതൽ? ഞാൻ നല്ല പഠിപ്പിയായിരുന്നു. ഓ സോറി, ആള് മാറിപ്പോയി. നമ്മളൊക്കെ ജസ്റ്റ് ഫസ്റ്റ് ആൾക്കാരാ. അതിനിടക്ക് ഇല്ല അങ്ങനെയല്ല, ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അതിനിടക്ക് അശ്വിൻ ചേട്ടന്റെ മാരക എക്സ്പ്രഷൻ അറിയാൻ കണ്ടായിരുന്നോ? ഞാനൊന്നും ഇട്ടില്ല. സിനിമയിൽ ട്രൈ ചെയ്തൂടെ? ആക്ടിങ് ട്രൈ ട്രൈ ചെയ്യുന്നുണ്ട് ആരും. ഓക്കെ, ആരെങ്കിലും ഒരു റിയാക്ഷൻ ഇടാൻ വേണ്ടിട്ട് ഒരു സീൻ പറഞ്ഞു കൊടുക്കൂ. ആ ഇപ്പോ അഖിൽ ബ്രോയ്ക്കൊരു ഇത് തരാം. ഏതാകില്ല? ഓക്കെ ശരി. അഖിലൻ ആ അഖിൽ NRD. ഓക്കെ, ഇപ്പോൾ ബ്രോ ഇപ്പോൾ കോളേജിൽ ഒരു കുട്ടീനെ ഇഷ്ടപ്പെടുവാണ്. അപ്പോൾ ആ കുട്ടി ബ്രോനെ തേച്ചു. അപ്പോൾ ആ കുട്ടിയോട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ഉള്ള, അല്ല സീരിയസ് ആയിട്ട് ബ്രോയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ബ്രോയ്ക്ക് വിക്കുണ്ട്. അപ്പോൾ ബ്രോ ആ വിക്ക് വെച്ചിട്ട് ആ ഒരു ബ്രേക്കപ്പിൻ്റെ ആ ഒരു പെയിൻ ബ്രോയുടെ ഫ്രണ്ടായ ഇപ്പോഴത്തിരിക്കുന്ന അഖിൽ ചേട്ടനോട് പറയുന്നതാണ് ഉള്ള ഒരു ഇത് കണ്ടിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാൻ. നിക്കണ്ടല്ലോ പയ്യ പയ്യ സങ്കടം എന്താ പറയാ. പ്രശ്നം എന്താ പറയും? പറയുമ്പോ അഖിലേട്ടന് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടന് വിക്കും ഉണ്ട്. അപ്പോൾ ചേട്ടന് അത്രയും ഏറ്റവും കൂടുതൽ കംഫർട്ട് സോൺ ആയിരുന്ന ആ കുട്ടി. അപ്പോൾ ചേട്ടൻ ഏറ്റവും കൂടുതൽ കമ്പനി ആയതും ഇടപെടുന്നതും പുള്ളിക്കാരിയോടാണ്. പുള്ളിക്കാരി പോയി അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യുന്നു സുഹൃത്തിനോട്, ബെസ്റ്റ് ഫ്രണ്ടിനോട് ഷെയർ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ ചേട്ടന് വിക്കുണ്ട്. എന്താ അളിയാ പ്രശ്നം? അല്ലേ സീരിയസ് ആണ്. സീരിയസ് ആണ്. ക്യാരക്ടർ മാറട്ടെ. ക്യാരക്ടർ അങ്ങനെ പെട്ടെന്ന് ചെന്നിട്ട് പറയാം. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യും. മതി 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 മതി. ചേട്ടാ ട്രൈ ചെയ്യാം. പക്ഷെ ഇത് സത്യം പറഞ്ഞല്ലേ എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. സമയം എടുക്കും. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പെട്ടെന്ന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോയ എങ്ങനെയാടാ? സമയം എടുക്കും. ശരിയാവും. ശരിയാവടാ. എളുപ്പം എൻ്റെ സിറ്റുവേഷനാണ് മനസ്സിലാക്കണ്ടേ. മനസ്സിലാക്കില്ല. അവർക്ക് ആ സമയത്ത് അവർ പോകേണ്ടവർ പോയി. ഇങ്ങനെ ഇരുന്നോ? എന്താ ചെയ്യണത്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പറായി ചെയ്തു. ആളെ ഗ്യാപ്പിൽ ചെയ്യാം. പക്ഷെ ചേട്ടൻ നന്നായി ചെയ്തു. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. സിനിമയിൽ എന്തായാലും കൊടുക്കണം കേട്ടോ. എന്താ? മ്യൂസിക് ഡയറക്ടറിനുള്ളിലെ നടനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ആയിക്കോട്ടെ. ഓക്കെ ചേട്ടൻ, അങ്ങനെയാണ് ഞാൻ തരട്ടെ. അശ്വിൻ ചേട്ടന്. അശ്വിൻ ചേട്ടൻ എക്സാം ചേട്ടനാണോ? എനിക്ക് 27. അപ്പൊ ചേട്ടൻ ചേട്ടാ ഓക്കെ. ഇപ്പം ഇവനോ? അതും അഖിൽ ചേട്ടനാ. 20യോ? 28. ആ 20. ചേട്ടൻ. ചേട്ടൻ. ചേട്ടൻ മതി. എനിക്ക് 27. ഓക്കെ, കൂട്ടായി. നമ്മൾ same age ആ. നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പം റാങ്ക് ഹോൾഡറായി, അതായത് എക്സാം എഴുതി നോക്കുമ്പോഴത്തേക്ക് റാങ്ക് ഹോൾഡർ, അതിന്റെ റിയാക്ഷൻ സ്വപ്നത്തിൽ പോലും എനിക്കത് പ്രതീക്ഷിച്ചു നോക്കാൻ പറ്റില്ല. എന്നാൽ എന്തായിരിക്കും റിയാക്ഷൻ? അതായത് ഇപ്പൊ അറിയുന്നേ ഉള്ളോ? വിളിച്ചറിയാം. അതെ. ആ ഓക്കെ, ആൻ വിളിച്ച് പറഞ്ഞാൽ മതി. Okay. എനിക്കതിന് റിയാക്ഷൻ വരില്ല. സ്വപ്നത്തിൽ പോലായിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ അങ്ങ് റിയാക്ട് ചെയ്തോ? ഓ മ്യൂസിക് ഉണ്ടാക്കിയ പോലെ. ഹലോ അശ്വിൻ, നമ്മുടെ ഈ തവണത്തെ ഡിസ്ട്രിക്ട് ടോപ്പർ അശ്വിൻ ആട്ടോ. ശരിക്കും? യാ കൺഗ്രാറ്റ്സ്. നമുക്ക് നാളെ ഒരു സെറിമണി കാണും, അപ്പൊ അവിടെ എത്തണേ. ഓക്കെ ശരിയാണ്. വന്നു സാധനം വന്നു. പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞല്ലേ എക്സ്പ്രഷൻ കാണിക്കണ്ടേ? അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നൊക്കെ എക്സ്പ്രഷൻ വന്നാ മതി. ഒരു എക്സ്പ്രഷൻ വന്നാ മതി ഫേസില്. വന്നു. എക്സ്പ്രഷൻ വന്നു. വന്നു. ഓക്കെ, അടുത്തത്. ഓക്കെ,
റിസൾട്ട് വന്നു. നേരത്തെ ഇവര് കൂടുതൽ മാർക്ക് വാങ്ങിയതല്ലേ പറഞ്ഞത്. എക്സാം നോക്കിയപ്പം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എക്സാം എഴുതിയത്. വന്നപ്പോ തോറ്റു. അതിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? എക്സ്പ്രഷൻ മാത്രം ഇട്ടാ. എനിക്ക് എന്താ എപ്പോഴും ഇവൻ ജയിച്ചു. ജയിച്ചു. അത് തോക്കുന്നു വിചാരിച്ച് ജയിച്ചു. എന്തായിരിക്കും റിയാക്ഷൻ? പേപ്പർ കണ്ടിട്ട് ആ പേപ്പർ കാണിക്കും വെക്കടി. ഞാൻ തോറ്റു. നിന്റെ കാണിച്ചേ എനിക്ക് എന്റെ കാണണ്ടോ. നിന്റെ കാണിച്ചേ എടാ നിങ്ങളൊക്കെ പാസ്സായില്ലേ. നിന്റെ എടാ കിട്ടിയടാ. എടാ ഞാൻ പാസ്സായടാ. എടാ നോക്ക് ഞാൻ പാസ്സായിരുന്നു. നീ പാസ്സായി ഞാൻ ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയുന്നതിന്റെ റിയാക്ഷൻ മാത്രം ഇട്ടാ മതി ഫേസിൽ. ഓക്കെ. അഖിൽ ചേട്ടൻ ലോട്ടറി അടിച്ചു. ഇതിന് ഫുൾ പൈസ ചേട്ടന് തരാന്ന് പറഞ്ഞു. ആ അല്ല അവൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ചെയ്തിട്ടില്ല. ഇല്ല റിയാക്ഷൻ, അതായത് അവര് പറയൂ, അപ്പൊ റിയാക്ഷൻ ഇട്ടിട്ട് പോകും, നരേഷൻ ചെയ്യുക അല്ലേ? ആ ഫസ്റ്റ് തൊട്ട് പറഞ്ഞു. ഓക്കെ. ഈ ലോട്ടറി അടിച്ച പൈസ മുഴുവൻ ചേട്ടന് തരാന്ന് പറഞ്ഞു ഉറ്റ സുഹൃത്തിന്. പൊട്ടി. ഓക്കെ ഓക്കെ. ശ്യാമനെ ലാലേട്ടൻ വിളിക്കാണ്. ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിക്കാൻ. ഞാൻ ഫോൺ എടുക്കൂല. എനിക്ക് അങ്ങനെ സ്വഭാവം, ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല. എന്നെ പോലെ നീ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ ഉണ്ടാവാ? അറിഞ്ഞു വീട്ടിൽ വന്ന് പറയാണ്. ലാലേട്ടൻ എന്നെ വിളിക്കുക. അയ്യോ എന്തായിരിക്കും റിയാക്ഷൻ ഉണ്ടാവും? എന്താ ഫേസ് എക്സ്പ്രഷൻ? ഞാനൊക്കെയാണ് എപ്പോഴും അവിടെ പോയിക്കും. എവിടെ വരണ്ടേ, എന്താ വരണ്ടേ, ഇപ്പൊ വരാന്ന്. ഹലോ ആരാ? ഏത് ലാല്? ഏത് മോഹൻലാൽ? ശരിക്കുള്ള ലാലേട്ടനോ? മറ്റേ ആ മിമിക്രി ചെയ്യണ മഹേഷ് എന്നല്ലല്ലോ. ഇവിടെ ലാലേട്ടൻ വിളിക്കുന്നത്. നീ ഇതിപ്പോ നിങ്ങള് അഭിനയിക്കുന്ന സമയത്ത് ഇപ്പൊ ചില സീനുകൾ വരുന്ന സമയത്ത് നമ്മളൊരു 100 ആണെങ്കിൽ അവിടുന്ന് കുറച്ച് ഇടാ. ശരിക്കും റിയാക്ഷൻ ഇട്ടിട്ട് സ്ക്രിപ്റ്റ് കിട്ടിയപാടെ റിയാക്ഷൻ പ്രാക്ടീസ് ചെയ്യാ, അടിപൊളിയായിട്ട് ലൈവ് ആയിട്ട് ചെയ്യുന്ന ആരായി കൂടുതൽ? അത് മാമനായിരിക്കും അല്ലേ? ഇവ കുറെ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഞാനില്ല മാമനെ പ്രാക്ടീസ്. അല്ല മാമൻ പ്രാക്ടീസ് ചെയ്യും. ഞാൻ റീടേക്ക് എടുക്കും. എല്ലാ ഇതും കഴിഞ്ഞിട്ട് ഇവ വന്ന് നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ട്, കൊള്ളാം. മാമൻ ആക്ച്വലി എല്ലാരും ഡയലോഗ് ഇരുന്ന് പഠിക്കും, എന്നിട്ട് അവന്റെ മറക്കും. സമയമാകുമ്പോ അങ്ങനെയാ. ഇവ മറന്നു ഡയലോഗ് അവൻ മിക്സിങ് ചെയ്യും, ഇവ പറഞ്ഞ ഡയലോഗ് അപ്പൊ അവന്റെ ക്ലോസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കുന്ന ആരെയും കൂടുതൽ? റീടേക്ക് പല സിറ്റുവേഷൻ ഉണ്ട്. ഡാൻസിന്റെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ റീടേക്ക് എടുക്കും. ഡാൻസ് ഭയങ്കര ഡാൻസ്. പക്ഷെ ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായിട്ട് ഇതിനകത്ത്. കളിക്കുന്നുണ്ട്. ഒരു പാട്ട് മൊത്തം ഉണ്ടായിരുന്നു. എന്റെ ഡാൻസിന്റെ പെർഫോമൻസ് കാരണം പകുതി കട്ടി കളഞ്ഞു. അതല്ല ഇവൻ തെറ്റിയിരിക്കുന്നോണ്ട് എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ. കുറച്ച് ഗെയിം ഇഷ്ടമുള്ള ആൾക്കാരാണോ? എന്ത് ഗെയിമാ? ഇപ്പൊ പറയാം. ഓക്കെ റെഡിയാണോ? സെറ്റ്. ഞാൻ ഗെയിം എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്? എന്തെങ്കിലും എന്താ മനസ്സിലായി? കണ്ണടച്ചിട്ട് ചോദിക്കാനോ? കണ്ണടച്ചിട്ട് ഈ അളവിൽ ഒഴിക്കണം. ഓ വാവ്. അതെ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആരാണോ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് കണ്ണ് കെട്ടി കറക്റ്റ് ആയിട്ട് ഒഴിക്കുന്ന അവരാണ് വിൻ ചെയ്യാം. സമ്മാനം ഞങ്ങൾ ഇങ്ങനെ സിനിമ ഞങ്ങൾ ഫസ്റ്റ് ഷോയിൽ കാണും. ആരാണ് ജയിക്കുന്ന അവരുടെ സിനിമ. അതെ. സോ ഓക്കെ. അപ്പൊ 4 പേർക്ക് ആവശ്യമുണ്ട്. പാട്ടിലാ ബുദ്ധി. ഞാൻ തുറന്നിട്ട് കണ്ണടക്കണോ? അത് അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. നിങ്ങളുടെ ഒരു ഐഡിയയില് വേണമെങ്കിൽ നമ്മളിവിടെ കൗണ്ടർ ഒക്കെ അടിക്കും, കൺഫ്യൂസ് ആക്കും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിന് ഓക്കെ റെഡിയാണോ? കണ്ണ് കെട്ടി കൊടുത്തോ. ആന്റെ ടൈമാണ്. ആന് ഒരു ഊഹം വെച്ച് ഒഴിക്കാം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഞങ്ങൾ വേണമെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഔട്ട്. ഞാൻ പറഞ്ഞില്ലേ കോട്ടയക്കാരി കണ്ടോ കറച്ച്. ഞങ്ങൾ ആദ്യം വെച്ച് കയറി പോയത് വേണ്ട. നമുക്ക് ഇങ്ങനെ വെക്കണോ?
എടാ കുപ്പി ശരിക്കും വെച്ചു. കറക്റ്റ് വെച്ചോ. ഒരു കൈ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനത് ഇത് പിടിക്കട്ടെ. മറ്റേ കൈ വെച്ചിട്ട് പിടിച്ചോ. ഓക്കെ അല്ല ആദ്യം അത് ആളുടെ ഒരു ഐഡിയ. മണ്ടിക്ക് വന്നു. അയ്യോ വേണേ ചിരി വയ്ക്കാം. സാരമില്ല, ഞാൻ കോട്ടയത്തല്ല. മ്യൂസിക് ഡയറക്ടർ പദ്ധതികളുള്ള പോലെ കേട്ടോ ശ്യാമൻ. എല്ലാരും വിളിച്ച് ഞാൻ ഒഴിക്കാം. ഓക്കെ, റെഡിയാണോ? ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ഇനി കുറച്ച് ഓക്കെ കുറച്ചുകൂടെ ഒഴിച്ചു. ആ കറക്റ്റ്. വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം, വേണമെങ്കിൽ കുറക്കാം. പിന്നെ കറക്റ്റ്. ഏതാണ് ലാസ്റ്റ് ഞാൻ ഒഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുണ്ട്. കുറച്ചുകൂടെ കറക്റ്റ് എന്റെ കേട്ടോ. അല്ല അതോ മാറ്റിയതാ. അതാ ഷാമോനെ. ചിരി വയ്ക്കാണ്. കുറച്ചുകൂടെ ഒഴിക്കായിരുന്നു ആൾ അത്രയും പ്ലാൻ ചെയ്തിട്ട്. ഞാനോ ഏറ്റവും ക്ലോസ്. അല്ലല്ല ടൈയാണ് രണ്ടുപേരും. പക്ഷെ ഇതിലേതാ കറക്റ്റ് ആരുടെ വന്നത്? ഞാനെന്റെ ആയിരിക്കും. നാലുപേരും കുടിച്ചോളൂ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളാണല്ലോ ഇവർക്കൊക്കെ ഭയങ്കര പ്രചോദനമായിട്ടുള്ള ആളുകള്. പക്ഷെ നിങ്ങൾ വന്ന് സംസാരിക്കുമ്പോഴായാലും അവരുടെ ഇടപെടുന്ന രീതിയായാലും അങ്ങനെ ഹെഡ് വെയിറ്റ് ഒന്നും വെക്കാണ്ടാണ് ആൾക്കാരോട് പെരുമാറുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ കൊള്ളാലോ പരിപാടി, അവരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സിനെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആക്ടേഴ്സിനെ കണ്ടാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഡെയിലി കാണുമ്പോൾ. നമ്മൾ ഭയങ്കര അടിപൊളി എന്ന് വിചാരിക്കുന്ന റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അതിനുള്ള റീസൺ എന്താ ശരിക്കും? ഞങ്ങൾക്ക് അങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ എപ്പോഴും കാണുന്നത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അങ്ങനെ ഈ പറഞ്ഞിട്ട് എല്ലാവരും ഒരേപോലെ എനിക്ക് തോന്നുന്നത്. ഞാനായാലും അവരുടെ ആ ഒരു ലെവലിൽ തന്നെ ഉള്ളൂ. വീഡിയോസ് ചെയ്യുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വലിയൊരാളാങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന സാഹചര്യം അങ്ങനെയാ. ചെറുതിൽ നിന്നല്ല തുടങ്ങിയത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു എന്റെ സപ്പോർട്ടേഴ്സ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഞാൻ പതിയെ പോകുമ്പോ നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റില്ലല്ലോ. ഈ ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ കൂടുതൽ ഈ സിനിമയുടെ പാർട്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനും കാണാൻ വരുന്ന ആരെയാ ഏറ്റവും കൂടുതൽ സെറ്റില്? അതായത് പിള്ളേരൊക്കെ ഇവന്റെ വരും. വാഗമണിലൊക്കെ പോയപ്പോ കുറെ കുഞ്ഞു പിള്ളേര് അച്ഛന്മാരുടെ പുറകിൽ വന്നിട്ട് കൂടുതൽ ചെയ്യുന്ന ചെറിയ കുട്ടികൾക്ക് വീഡിയോ ഉണ്ട്. അപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാ കാണുന്നത്. അങ്ങനെ പിള്ളേരൊക്കെ വരും. കാരണം പിള്ളേർക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കള്ളത്തിലൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഭയങ്കര ഓപ്പൺ ആയിരിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ വരാറുണ്ട്. നല്ല രസമാണ്. ഞാൻ ഇപ്പം അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി മാത്രം പാവക്കുട്ടിയൊക്കെ മാറ്റി വെക്കും. വരുമ്പോ പാവക്കുട്ടി എടുത്തേക്ക് എനിക്ക് തരാൻ വേണ്ടി മുട്ടായി കൊടുക്കത്തില്ലയോ, അതേപോലെ കൊണ്ടുവരിക്കും. ചീക്കുന ഇവനും അതിന്റേതായ വേറെ വലിയ നമ്മുടെ ഓഡിയൻസ് ഡിഫറൻസ് ആണ്. ഇവനക്ക് കൂടുതൽ പിള്ളേരാണെങ്കിൽ എനിക്ക് കോളേജിൽ പോയപ്പോ ഇവന്റെ എല്ലാരും ഫാൻസ് ആയിട്ട് വന്നപ്പോ ഇവൻ പറയാ എനിക്കിന്ന് സ്കൂളിൽ പോണേ കാണിച്ചു തരാണ്. പക്ഷെ നിങ്ങളിപ്പോ ഒറ്റക്ക് വഴിവെട്ടി വന്നവൻ എന്നൊരു ഡയലോഗ് ഇപ്പൊ എല്ലാവരും സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റക്ക് വന്നതാണോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫാമിലിന്ന് ഒരു സപ്പോർട്ട് വേണല്ലോ, കൂടെ നിൽക്കുന്ന ആൾക്കാരും? നിങ്ങളുടെ ആ ഒരു ജേർണി നിങ്ങൾ എങ്ങനെയാ കാണാം? ഞാൻ ഒറ്റക്ക് വന്നതല്ല. എനിക്ക് ഫസ്റ്റ് കുറെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അതായത് കോളേജിലത്തെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കൂടെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ കോളേജ് കഴിഞ്ഞപ്പോൾ ആ സപ്പോർട്ട് എല്ലാം പോയി. കാരണം അവര് പല വഴിക്കായിട്ട് തിരിഞ്ഞു പോയി. അപ്പൊ പിന്നെ ഞാൻ ഒറ്റക്കായി. ഏതായാലും ഞാനൊരു ഫീൽഡിലോട്ട് ഇറങ്ങി. എനിക്ക് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ എന്റെ ഇൻകം കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ഒറ്റക്കായിട്ട് ഞാൻ തന്നെ പല കണ്ടന്റ്സ് ഒറ്റക്കായിട്ട് ചെയ്തു തുടങ്ങി. പക്ഷെ കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അതായത് എന്റെ കൂടെ അഭിനയിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് വരാറുണ്ട്. പിന്നെ ഇപ്പൊ ഒക്കെ ഞാൻ ആരെയും പിടിച്ച് ഞാൻ എന്റെ റീൽസ് ഇടാറുണ്ട്. സ്ട്രേഞ്ചേഴ്സിനൊക്കെ പിടിച്ച് ഒന്ന് നിൽക്കുമോ നിൽക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഓൾറെഡി ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ വരണം. ഇങ്ങോട്ട് വന്നിട്ട് ചില ആൾക്കാർ പറയും ഇങ്ങനെ റീൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ കൂട്ടാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഫാമിലി വൈഫ് സപ്പോർട്ട്? സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ട്സ് ആയാലും എല്ലാം സപ്പോർട്ടാണ്. ഞങ്ങളൊരു 7-8 പേര് ടീമുണ്ട്. യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി 8 പേര് എല്ലാവരും ചെയ്യുന്നത്.
എല്ലാ ഹോസ്റ്റലിലും ഒരു ഹൊറർ കഥ ഉണ്ടാവും പറയാൻ. നിങ്ങൾക്കും ഈ സിനിമയിലും ഉണ്ട് ഓൾറെഡി ഒരു ഹൊറർ കഥ. നിങ്ങൾക്ക് അങ്ങനെ ഹൊറർ അത് ശ്യാമം അടിപൊളിയായിട്ട് പറയും. സാമൂന് കുറേ ഈ കസിൻസിന്റെ ഇടയിലൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഹൊറർ കഥ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളാണോ? അത് ഇവരുടെ ഫ്രണ്ട്സിന് ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ അനുഭവങ്ങളാണ്. ഞങ്ങളെ ഹൊറർ കഥ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ശ്യാമന. സെറ്റില് പറയാറുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നുണ്ട്. എന്റെ കേസിൽ എന്താന്ന് വെച്ചാല് ലൈറ്റ് ഓഫ് ആയി. ലൈറ്റ് ഒക്കെ ഫീൽ കിട്ടും. എന്റെ അമ്മായിയുടെ വീട്ടില് അങ്ങനെ പറയട്ടെ, ഇടയിൽ കയറി കൊണ്ടടിക്കരുത്. എന്റെ അമ്മായിയുടെ വീട്ടിൽ ഇതേപോലെ പ്രയർ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുണ്ടാക്കിയത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ അധികവും അമ്മായി വീട്ടിൽ തനിച്ചുണ്ടാവുക, മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട്. അപ്പൊ അമ്മായി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അമ്മായി ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ നിസ്കരിക്കുക, ആ റൂം യൂസ് ചെയ്യാറില്ല. അപ്പൊ അധികം ഈ റൂം ഇങ്ങനെ കൂട്ടി കിടക്കലാണ്. ഈ അമ്മായി റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ആക്കുമ്പോഴൊക്കെ നമ്മൾ മടക്കി വെച്ച മുസ്തലല്ലേ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇരിക്കുന്ന പായി, അതൊക്കെ മടക്കി വെച്ച് ഓൾറെഡി മടക്കി വെച്ച സാധനങ്ങളൊക്കെ നീർന്ന് കിടക്കുന്നുണ്ടാവും. ആ റൂമിൽ ഭയങ്കര മണം ഉണ്ടാവും, നല്ലൊരു മണം ഉണ്ടാവും. ആദ്യം അങ്ങനെ കാര്യമാക്കിയില്ല, പിന്നെയും റൂം അടച്ചു പൂട്ടിയിട്ടാ പോവാ. പക്ഷെ തുറക്കുമ്പോഴൊക്കെ ഇങ്ങനെ അത് നീർന്ന് കിടക്കുന്ന കാണാം. ഇതുപോലെ രാവിലെ അമ്മായി സുബൈ നിസ്കരിക്കാൻ വേണ്ടി രാവിലത്തെ നിസ്കരിത്തിന് വേണ്ടി എണീക്കുമ്പോഴൊക്കെ മുകളിൽ കൂടെ ആരോ നടക്കുന്ന പോലെ സൗണ്ട് കേൾക്കുക, വുളു എടുക്കുന്ന ടാപ്പ് തുറക്കുന്ന സൗണ്ട് കേൾക്കുക. അതുപോലെ പെട്ടെന്ന് നമ്മുടെ ബാക്കിൽ നടക്കുമ്പോൾ ആരോ ഉള്ള പോലെ ഫീല്, കടക്കുമ്പോൾ റൂമിൽ എത്തി വെക്കുന്ന പോലത്തെ ഫീല്, അങ്ങനെയൊക്കെ. ഉപദ്രവമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ കണ്ടു തുടങ്ങി. സൗണ്ട് കേൾക്കുന്നുണ്ട്, ജനൽ മുട്ട, വാതിൽ മുട്ട, അങ്ങനത്തെ സൗണ്ട് അങ്ങനത്തെ ഉണ്ട്. പക്ഷെ അമ്മായിക്ക് ഭയങ്കര ധൈര്യം, ഭയങ്കര ബോൾഡാണ്. ഒരു ദിവസം ഇതുപോലെ അമ്മായിയുടെ മോള് വീട്ടിൽ നിൽക്കാവുന്ന സമയത്തും മോൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായി. അവള് പെട്ടെന്ന് എണീറ്റപ്പോൾ പുറകിൽ ആരോ നിൽക്കുന്ന പോലെ, പുറകിൽ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്ന പോലെ അവള് കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചാൽ ഇവരൊരു തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോൾ തങ്ങള് പറഞ്ഞ്, നമ്മളൊരു വീട്ടില് പ്രെയർ റൂം ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അക്കോർഡിംഗ് ടു മുസ്ലിംസ് അവിടെ അങ്ങനെ ജിന്ന് വന്ന് നിസ്കരിച്ച് പോകത്രേ. അപ്പൊ അതാ അവിടെ ഉണ്ടായത്. പിന്നെ അവരോട് അത് പ്രെയർ റൂം മാറ്റിയിട്ട് സ്റ്റോർ റൂം ആക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് പ്രെയർ റൂം പൊളിച്ചിട്ട് സ്റ്റോർ റൂം ആക്കിയപ്പോ പിന്നെ അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല. ശരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മെൻസ് ഹോസ്റ്റലിൽ, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാണ്, എന്താണ് മെൻസ് ഹോസ്റ്റലിൽ എങ്ങനെയാ കുറെ ഫൺ പരിപാടികളൊക്കെ നടക്കുക? അത്യാവശ്യം നല്ല മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുപാട് ഫൺ ഇവിടെ എന്റർടൈൻമെന്റ് കാഴ്ചവെക്കാറുണ്ട്. അത് ചില സമയങ്ങളിൽ ലേറ്റ് നൈറ്റ് പോവാറുണ്ട്. പക്ഷെ ഭയങ്കര ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണോ ഇവിടെ മെൻസ് ഹോസ്റ്റലിൽ വരുന്നത്? മെൻസ് ഹോസ്റ്റലിൽ വരുന്ന ഫസ്റ്റ് ടൈം. അതായത് സിനിമ ഷൂട്ട് ചെയ്തത് മെൻസ് ഹോസ്റ്റലിലല്ലേ? സിനിമ ഷൂട്ട് ചെയ്ത മെൻസ് ഹോസ്റ്റലിൽ അതാണ് ഞാൻ സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈം ആണ്. ഇവിടെ ഞാൻ ആർട്സ് ഫെസ്റ്റിവലിന് ചുമ്മാ വന്നിട്ടുണ്ടായിരുന്നു. എവിടെ? കോളേജ്. ചേട്ടൻ ഹോസ്റ്റലൊന്നും പഠിച്ചില്ല അല്ലേ? അല്ല, ഞാൻ NSS-ലാണ് പഠിച്ചത്. ഡേ സ്കോളർ ആയിരുന്നു, ഡെയിലി പോയി വരായിരുന്നു. ഓ, അതിന് വിഷമമുണ്ടോ ഈ ഹോസ്റ്റൽ ലൈഫ് മിസ് ചെയ്തിൽ? ഞാൻ ഡെയിലി പോയി വരികയാണെങ്കിൽ ഇടയ്ക്ക് ഹോസ്റ്റലിൽ നിൽക്കുമല്ലോ. ക്ലാസ് കിട്ടിയത് ഹോസ്റ്റലിൽ പോയിട്ടായിരിക്കും. ഓക്കെ, മിസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഈ മഹാരാജ എല്ലാ ഈ പ്രത്യേകിച്ച് കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ റിലേറ്റഡ് ആയ സിനിമകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ ഇത് മിസ് ചെയ്യുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കൊറോണ സമയത്ത് കോളേജ് ലൈഫ് മിസ് ചെയ്ത കുറെ പേരുണ്ടാവും. എന്താ അങ്ങനെ ഒരു ശബ്ദം? ഓക്കെ. അപ്പൊ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾക്ക് സ്റ്റുഡൻസിന് എന്ത് ഫീലാ കറക്റ്റ് കിട്ടുക? ആ പ്രേതം അല്ലെങ്കിൽ ഹൊറർ എന്നൊരു കോൺസെപ്റ്റിലാണ് പരിപാടി നിൽക്കുന്നത്. അവിടെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് നാളുകൾക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇപ്പോൾ ക്രൂ ടീംസ് എത്തിയിട്ടുണ്ട്, ഒത്തിരി പ്രതീക്ഷയുള്ള സിനിമയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ സിനിമയ്ക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് തേടിയെത്തട്ടെ. ഇപ്പം ലൈവായിട്ട് അഭിനയിക്കാൻ പറയുമ്പോൾ നിങ്ങൾ രസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ബിഗ് സ്ക്രീനിൽ നിങ്ങൾ ഓരോരുത്തരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഷോയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കടം കാണണം കേട്ടോ, കടം കാണും, ഉറപ്പായിട്ട് കാണും. ഓക്കെ, താങ്ക് യു.